ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഫ്രീ ആയി, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, ഇനി റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ പുറത്ത് കൊണ്ട് മുനീഫ്ക്ക് കൂടെ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരായിട്ട് തിരുവ് പോവാട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നാട്ടിൽ പോകുമ്പോഴേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. മുനീഫ്ക്ക് എണീറ്റ് പോയി അലങ്കോലായി കിടക്കട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ പറയാനുള്ളത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമ്മൾ വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം കൂടെ എന്നും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തിരു പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകട്ടോ. അപ്പോൾ എനിക്ക് പോയി കഴിഞ്ഞാൽ ഏതിടണം എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷൻ ആട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സ്, ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഈ ഒരു പച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതും എടുത്ത് അയൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തു. കുറേ നേരം വൈകിട്ടോ. ഞങ്ങൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നേരം വൈകിപ്പോയി. വീട്ടിൽ നിന്ന് ഞാനൊരു ഏകദേശം 10:30 പോകണമെന്ന് വിചാരിച്ചിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നേരം വൈകിട്ടോ. ആ റൂമിലെത്തി ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു, അലങ്കോലായി കിടക്കുക. അപ്പോൾ അതൊക്കെ ശരിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് മേക്കപ്പ് ഇടുക. അപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ആവാമല്ലോ. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ ഉമ്മാൻ്റെ ഫ്രണ്ട് ഇതായേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിന് സ്റ്റാൻഡില്ല അത്, അതുകൊണ്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞു. മേക്കപ്പ് ഇടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ മേക്കപ്പ് ഇട്ടോ, കുറച്ച് മേക്കപ്പൊക്കെ ഇരിക്കണം. അപ്പം ശരി, നമുക്ക് വിശദമായിട്ട് ഞാനിനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ മുനീഫ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാട്ടാണ് പോകുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള ഒരാൾ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഞാൻ കൂടുതലും മുനീഫ്ക്ക് ഇല്ലാത്ത സമയത്ത് അവൻ്റെ ഓട്ടോയിലാട്ടാണ് കൂടുതലും പോകാറുള്ളത്. അപ്പോൾ ഓട്ടോയിൽ പോവാണ്. ആദ്യം പോയത് തിരു പോകണമെന്ന് വിചാരിച്ച് പോയത്, പക്ഷേ നമ്മൾ പുത്തനത്താണിയിലാട്ടാണ് പോയത്. ഇന്നലെ എടുത്ത അബായ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അത് മാറ്റിയെടുക്കണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിൽ പോയതായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാക്ക് അബായ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇന്നലെ കണ്ടതെത്തിയില്ല. അവിടെ പോയപ്പോൾ ഉമ്മാൻ്റെ ഫ്രണ്ട് അതൊക്കെ മാറ്റിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇരുന്നു, സെലക്ട് ചെയ്ത് കുറച്ച് നേരം, ഒരുപാട് നേരമായപ്പോൾ ഇങ്ങനെ കട്ട പോസ്റ്റ് ആയപ്പോൾ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന വരവിൽ അരിനെല്ലിക്ക കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ അരിനെല്ലിക്ക. അത് ഇങ്ങനെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് 1 കിലോ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ദാഹമുണ്ടായിരുന്നു കേട്ടോ. 2:15 ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞു മാറ്റിയൊക്കെ എടുത്ത് പോന്നപ്പെട്ടോ. അപ്പോൾ ദാഹിച്ചപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ ആലോചിച്ചിട്ട് കരിമ്പ് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്താനായി. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു വീടാണ്. ആ വീടാണ് കേട്ടത്, അതിൻ്റെ ഗേറ്റാണത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എത്തി ഞാൻ അരിനെല്ലിക്ക വീണ്ടും എടുത്തു നോക്കിയിട്ടാ. ഞാൻ വണ്ടിയിൽ നോക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് നോക്കിയത്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ചതവൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സംഭവം കുഴപ്പമില്ല. പക്ഷെ അത്ര വലുതല്ല, ചെറുതാണ്. ഒന്നും കൂടെ വലുതാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി സെറ്റാക്കാനുണ്ട്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ വീട്ടിൽ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. സാദാ ചോറും ഉണ്ടായിരുന്നു, ബിരിയാണി. പിന്നെ നമ്മൾ ബിരിയാണി കണ്ടാൽ പിന്നെ അവിടെ വീണില്ലേ, കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ. നല്ല ചൂടുള്ള ബിരിയാണിയും കൂടെ ആണെങ്കിൽ പറയും വേണ്ടല്ലോ. അപ്പോൾ നല്ല ചൂടുള്ള ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിൻ്റെ ശേഷം തിരൂർ ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരൂർക്ക് പോകണം. തിരൂർ അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ തിരൂരിൽ നിന്ന് വാങ്ങിക്കാനുള്ളത് കൊണ്ടാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നുള്ളത് തീരുമാനമെടുത്തത്. അങ്ങനെ ഉമ്മാൻ്റെ ഫ്രണ്ടിന് എന്താ പറയുക, ഖുർആൻ വാങ്ങിക്കാനാണ് കേട്ടോ. ഖുർആൻ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് 30 ജുസ് ഇങ്ങനെ സെപ്പറേറ്റ് കിട്ടുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഓരോ ജുസ് ആയിട്ട്. അങ്ങനെയുള്ള ഖുർആൻ വാങ്ങിക്കണം എന്നുള്ളതിലാട്ടോ വന്നിട്ടുള്ളത്.
അപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ആളുടെ പേരക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോപ്പ് കയറിയ കേട്ടോ. അവിടെ കയറിയപ്പോൾ നല്ല 3 പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോ എടുത്ത് പിന്നെ ആൾക്കൊരു വള വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കടയിൽ കയറി കേട്ടോ. അത് കഴിഞ്ഞു ഞങ്ങളിത് ഫോറി മാർക്കറ്റിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാണ്. ഫുള്ളായിട്ട് എനിക്ക് മാർക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻ വാങ്ങിക്കാതെ മീൻ മാർക്കറ്റിലേക്ക് വരിക കേട്ടോ. വീട്ടിലുള്ള അത്യാവശ്യ പച്ചക്കറികളും അതുപോലെ തന്നെ മീനൊക്കെ വാങ്ങിക്കാൻ വെച്ചിട്ട്, പക്ഷേ പച്ചക്കറി ഒന്നും വാങ്ങിച്ചിട്ടില്ല. മാങ്ങ വാങ്ങിച്ചു കേട്ടോ. അതുപോലെ തന്നെ കൂർക്ക, ഇവിടെ കൂർക്ക എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. കുറച്ച് കൂർക്ക വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുമായിരുന്നു. പോകുമ്പോൾ അയാളെ ഞങ്ങൾ വിളിച്ച് വരുത്തി ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചു. ഇത് മുളക് കേട്ടോ, ചീനമുളക് നിറയെ. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ഒരുപാട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കണമെന്നൊന്നും കാണില്ലല്ലോ, മാർക്കറ്റിൽ ഇറങ്ങി ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതാ മാർക്കറ്റിലെത്തി. ഒരുപാട് മീനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വാങ്ങിക്കേണ്ടതുള്ള ഡൗട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏട്ടത്തല വാങ്ങിച്ചിട്ടാ. അമ്മേൻ്റെ ഫ്രണ്ടിന് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മുനീഫ്ക്കാക്കും നല്ല ഇഷ്ടമാണ് ഏട്ടത്തല. അപ്പോൾ പിന്നെ അതന്നെ ആവട്ടെ വിചാരിച്ചത് വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഓട്ടോ വിളിച്ചതാ, ഓട്ടോയിൽ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത് വന്ന ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കിയും കൂടെ കുറച്ച് ഗിഫ്റ്റുമായി കിട്ടാണ്ടായിരുന്നു. അതും കിട്ടി വീട്ടിലേക്ക് ഞാൻ പോയിട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് എത്രയൊക്കെ ഉള്ളൂ, ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.